കൃത്യമായിട്ട് ഇങ്ങനെ മനസ്സിലാക്കിയിട്ടില്ല. നവമാധ്യമങ്ങളിലൊക്കെ വന്നുകൊണ്ടിരിക്കുന്ന വാർത്ത. ഇപ്പോൾ ശശിക്ക് ഇനി അധികം സമയമില്ല. പിന്നെ ATTC ചെയർമാൻ എന്ന നിലയിൽ 1 മാസം കൂടി ഉള്ളൂ. അപ്പം മുൻകൂട്ടി ചിലപ്പോൾ രാജിവെച്ചതായിരിക്കും. അതാണ് എനിക്ക് തോന്നുന്നത്. അതൊക്കെ പിന്നീട് തീരുമാനിക്കുന്നത്. ഇത് കൃത്യമായിട്ട് കാര്യങ്ങൾ മനസ്സിലാക്കിയില്ല. അതിന് മുമ്പ് പാർട്ടി വിടുമോ പാർട്ടിയിൽ നിന്ന് പുറത്താക്കുമെന്നും പറയേണ്ട സമയമായിട്ടില്ല. അദ്ദേഹം KTTC ചെയർമാനായിരുന്നു. ചെയർമാൻഷിപ്പ് ഏകദേശം 1 മാസം കൂടി ഉണ്ടാവും. അഡ്വാൻസായിട്ട് ചിലപ്പോൾ രാജിവെച്ചതായിരിക്കും എന്നാണ് കരുതുന്നത്. കൃത്യമായിട്ടുള്ള വിവരം കിട്ടിയില്ല. അങ്ങനെ ഒരാളങ്ങോട്ട് നീക്കം നടത്തി തിരിച്ചു വരികയും നീക്കം നടത്തിയ പുറത്തു പോവുകയും ചെയ്യുന്ന പാർട്ടിയല്ലല്ലോ ഇത്. അത് കൃത്യമായിട്ട് പരിശോധന നടത്തിയിട്ടാണ് പാർട്ടി ഉൾക്കൊള്ളുക, അറിഞ്ഞ് റിജക്റ്റ് ചെയ്യുക. കേരള ഇഷ്ടാനിഷ്ടങ്ങളല്ലേ. ഇപ്പോൾ കേവലം ഒരു പാർട്ടി മെമ്പറാണ്. അപ്പോൾ ആൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ പങ്കെടുക്കാം, അല്ലെങ്കിൽ പങ്കെടുക്കാതിരിക്കാം. അത് അവർ ആലോചിക്കേണ്ടതാണ്. പാർട്ടിയല്ല ആലോചിക്കേണ്ട. ഇങ്ങനെ പാർട്ടിയെ വഞ്ചിച്ച് പോകുന്നത് ശരിയാണോ അല്ലയോ എന്നുള്ളത് അവർ തന്നെ ചിന്തിക്കണം. അല്ല, നേതൃത്വത്തിൻ്റെ മുമ്പിൽ ഒരു പ്രശ്നം വന്നു കഴിഞ്ഞാൽ ചർച്ച ചെയ്യുമല്ലോ. ചർച്ച ചെയ്യാതെ പോകുന്ന പാർട്ടിയല്ല, ഏത് വിഷയങ്ങളും ചർച്ച ചെയ്യും. ഇത് പ്രശ്നമാക്കേണ്ട ആവശ്യമില്ല. അങ്ങനെ വേണ്ടി വരികയാണെങ്കിൽ ചർച്ച ചെയ്യുന്നു മാത്രമേ. തൃപ്തിയോടുകൂടിയാണെങ്കിലോ? അതൃപ്തനാണെന്ന് നമ്മൾ പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. തൃപ്തി ഉണ്ടാവുമല്ലോ, അതുകൊണ്ടല്ലേ. അങ്ങനെയല്ല, തൃപ്തിയോടുകൂടിയല്ലേ ATTC ചെയർമാൻ സ്ഥാനം രാജിവെച്ചത്. പാർട്ടിയിൽ നിന്ന് പോകുന്ന കാര്യമില്ലല്ലോ പറഞ്ഞത്. അങ്ങനെയല്ലേ, പാർട്ടിയെ വഞ്ചിച്ച് ആരും പോകരുത് എന്നാണ് നമ്മുടെ ആഗ്രഹം. അത് തന്നെയാണ് എപ്പോഴും ആഗ്രഹിക്കുന്നത്. ഒരു പാർട്ടി അംഗവും ഒരു കാരണവശാലും ഈ പാർട്ടിയിൽ നിന്ന് വിട്ടു പോകരുത്. ഈ പാർട്ടി ഉൾക്കൊണ്ടുപോകുക എന്നുള്ളതാണ് സമീപനം. എല്ലാ പാർട്ടിയിൽ വരുന്ന ആളുകൾക്ക് അതാത് സമയത്ത് പരിഗണന കൊടുക്കുമ്പോൾ കൊടുക്കാറുണ്ട്. എല്ലാവർക്കും ഒരേപോലെ പരിഗണന കൊടുക്കാൻ കഴിയില്ല. കാരണം എന്താ വെച്ചാൽ അതൊക്കെ പിന്നീട് പറയേണ്ട കാര്യങ്ങളാണ്. ഓക്കെ.